ഷഷ്ടി നോക്കി ശരവണ ഭവന ശിഷ്ടർക്കുതകും ചെങ്കതിർവേല പാദം രണ്ടിൽ പന്മണി ചതങ്കൈ ഗീതം പാട കിൺകിണിയാട. നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് തൃശ്ശൂരിലെ പുത്തൂർ എന്ന ഗ്രാമത്തിൽ ചോച്ചേരിക്കുന്ന സുബ്രഹ്മണ്യ ടെമ്പിളിലാണ്. ഈ അമ്പലം കേരള പഴനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്, അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്കായിട്ട് നമുക്കൊന്ന് പോവാം. അസ്തമയ സൂര്യന്റെ കിരണങ്ങളേറ്റ് അമ്പലത്തിലേക്കുള്ള 239 പടികൾ ഓരോന്നും കയറുമ്പോൾ മനസ്സിൽ ശാന്തതയും അമ്പലത്തിലെ ചൈതന്യവും കൂടുന്നതായി അറിഞ്ഞു. മുകളിലെത്തുമ്പോൾ വലിയൊരു ആൽമരം നമ്മുടെ ഓറകളെ കൂടുതൽ ശുദ്ധിയാക്കി വിശാലമായ അമ്പലമുറ്റത്തേക്ക് നയിക്കുന്നു. കേരള പഴനി എന്ന പേര് അന്വർത്ഥമാക്കുന്ന അമ്പലം. ഇവിടെ ഒരുപാട് ഭക്തർ തലമുണ്ടനം ചെയ്യാൻ ദിവസവും എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ തിരക്ക് കൂടുതൽ കാണാം. കാവടിയെടുത്ത് മല കയറുന്നതും പ്രധാന വഴിപാടാണ്. വരുന്ന എല്ലാ ഭക്തർക്കും ദർശനം കൊണ്ട് മാത്രമല്ല, അന്നദാനം കൊണ്ടും മനസ്സു നിറച്ചാണ് ഭക്തർ പോകുന്നത്. അമ്പലത്തിലേക്ക് പടിക്കെട്ടുകളല്ലാതെ മുകൾ വരെ വാഹനം എത്തുന്നതിനുള്ള സംവിധാനവും ഉണ്ട്. ഇനി കുറച്ച് ചരിത്രത്തിലേക്ക്. 1985 വരെ ചോച്ചേരിക്കുന്നിന്റെ ഒരു പാറക്കെട്ടിന് മുകളിലെ കൊച്ചുക്ഷേത്രം. 1985 ചിന്മയാനന്ദ സ്വാമികളാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തി ഈ ക്ഷേത്ര ചൈതന്യം വളരെ പ്രസിദ്ധിയാർജിക്കുമെന്ന് പറഞ്ഞത്. അതിനുശേഷം നിസ്വാർത്ഥമായി അമ്പലത്തിനു വേണ്ടി പ്രയത്നിച്ച ഒരുപാട് ഭക്തരുടെ കരുത്താണ് ഇന്ന് കാണുന്ന ക്ഷേത്രം. ഇപ്പോൾ ശ്രീ സുബ്രഹ്മണ്യസ്വാമി സേവാ സംഘത്തിന്റെ കീഴിലാണ് ക്ഷേത്രം. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് പ്രധാന ഉത്സവം. അതിന് 5 ദിവസം മുമ്പ് പാൽക്കുട ഘോഷയാത്രയോടെ ഉത്സവം ആരംഭിക്കുന്നു. അടിവാര ഗണപതി കോവിലിൽ നിന്നും പാൽക്കുടമന്തി സ്ത്രീകൾ ചോച്ചേരിക്കുന്നിനെ ഗിരിവലം വെച്ച് മുകളിലെത്തി പാൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതാണ് പാൽക്കുട ഘോഷയാത്ര. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുന്നിന്റെ മുകളിലെ ഈ ക്ഷേത്രത്തിൽ നിന്നും തൃശ്ശൂരിന്റെ വേറിട്ടൊരു കാഴ്ചയും നിങ്ങൾക്ക് ആസ്വദിക്കാം. ഈ ക്ഷേത്ര ചൈതന്യത്തിന്റെ ദർശന പുണ്യം നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ സ്വന്തം ബാല.